മലപ്പുറം ചെറാട്ടുകുഴി വനിതാ സ്വാശ്രയ സംഘത്തിന്റെ 4.5 മാസത്തെ പ്രയത്നത്തിന് ഫലം കിട്ടി. ചെറാട്ടുകുഴി പാടത്തെ 50 സെന്റിൽ വിളഞ്ഞ് അധ്വാനത്തിന്റെ ഉമാനെല്ല്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കഴിഞ്ഞ ജൂൺ 5-ന് നട്ട ഞാറാണ് കൊയ്തെടുത്തത്. നിശ്ചയദാർഢ്യമാണ് വനിതാ സ്വാശ്രയ സംഘത്തിന്റെ 7 അംഗത്തെ ഒന്നിച്ച് പാടത്തേക്ക് ഇറങ്ങാൻ വഴി ഒരുക്കിയത്. നേരത്തെ സ്ഥലത്തിട്ട കപ്പ കൃഷിയുടെ വിജയം ഇതിന് സഹായിച്ചു. മികച്ച വിളവ് ലഭിക്കാനായി ഉമാനെല്ല് വിത്ത് കൂടി വിതച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ അനുയോജ്യമായി. ജലസേചനത്തിനായി സമീപത്തെ തോടിനെയാണ് സംഘം ആശ്രയിച്ചത്. കൂടാതെ വർഷകാലം ഇടമുറിയാതെ പെയ്തതും കൃഷിക്ക് സഹായകരമായി. ഞാറ്റയുടെ വളർച്ച വേഗത്തിലും വിളവ് കനക്കാനുമായി ജൈവവളങ്ങളാണ് സംഘകൃഷിക്ക് വിനിയോഗിച്ചത്. എന്നും കൃത്യമായ പരിചരണം ഉണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ വളം കൃത്യമായ അളവിൽ നൽകിയും വിയർപ്പിന് നല്ല പ്രതിഫലം ലഭിക്കുന്നതിന് സഹായിച്ചു. കൃഷിയിൽ പരിജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും വിളവിന് മുതൽക്കൂട്ടായി. പാകമായതോടെ ഏറെ ഉത്സാഹത്തോടെയാണ് സംഘം വിളവെടുപ്പ് നടത്തിയത്. രാവിലെ 10 മണിയുടെ വിളവെടുപ്പ് സംഘം സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ പ്രീതകുമാരിയുടെ നേതൃത്വത്തിൽ നടന്നു. ലഭിച്ച നെല്ല് വാർഡിലെ പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം നടത്താനുമാണ് സംഘത്തിന്റെ തീരുമാനമെന്ന് ഇവർ വിശദീകരിച്ചു. നെൽകൃഷി 100% വിജയിച്ചതോടെ പാടത്ത് അടുത്ത കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം. ഇതിന്റെ ഭാഗമായി ഈ മാസം 2-ന് ഗാന്ധിയന്ത്യത്തിൽ വഴുതന, ചീര എന്നിവയുടെ വിത്ത് പാകി കഴിഞ്ഞു. കൂടാതെ മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ചെറാട്ടുകുഴി വനിതാ സ്വാശ്രയ സംഘത്തിൻ്റെ കീഴിൽ നമ്മളെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ജൂൺ 5-ന് ആരംഭിച്ചതാണ് നെൽകൃഷി. പിന്നെ ആദ്യം ഇവിടെ കപ്പ കൃഷിയായിരുന്നു നടത്തിയത്. അത് നല്ല വിളവെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നെൽകൃഷി. പിന്നെ ഇപ്പോൾ ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പച്ചക്കറി കൃഷി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ നെല്ല് തന്നെ ഞങ്ങൾ നമ്മളെ വാർഡിൽ 6-ാം വാർഡിൽ പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ പ്രതിഭാകേന്ദ്രം എന്ന് പറയും, കോളനി കേന്ദ്രീകരിച്ച് പ്രതിഭാകേന്ദ്രത്തിലെ കുട്ടികൾക്ക് അത് സാധനങ്ങളൊക്കെ ഓരോ വിവിധ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.